ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതിനു നാശമില്ല. നാശമുള്ളതുള്ളതല്ല, ഉള്ളതുള്ളിലുള്ളത്. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതായി നമുക്ക് തോന്നപ്പെടുന്ന ഒന്നും തന്നെ ഉള്ളതല്ല. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതിനു നാശമില്ല. ഈ കാണുന്നതെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കാഴ്ച നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതായത് എന്താണോ അത് കാണാൻ കഴിയുന്നതല്ല. കാണാൻ കഴിയുന്ന ഒന്നും തന്നെ ഉള്ളതല്ല. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതിനു നാശമില്ല. നാശമുള്ളതുള്ളതല്ല, ഉള്ളതുള്ളിലുള്ളത്. നാശമുള്ളതൊന്നും തന്നെ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഉള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതാണ്. നമ്മെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതാണെന്ന പരമാർത്ഥം നാം ഒരിക്കലും മറക്കരുത്. ഉണ്ടായവയെല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, ആ ഉണ്ടായവ എല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ ഉണ്ടായവ എല്ലാം കാലാവസാനേന, ആ കാലത്തിന് വിധേയമായ സമയത്തെ ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ആ ഉള്ളതിൽ നിന്നാണ് അതുണ്ടായത്. അതവസാനം അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. പിന്നെ അല്പസമയം ഒന്ന് മറ്റൊരു രൂപം, മറ്റൊരു നാമം സ്വീകരിച്ച് അതിവിടെ അല്പസമയം വിഹരിക്കുന്നു. പിന്നീടത് ഏതിൽ നിന്നുണ്ടായോ അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു. അതാണ് ഈ പ്രപഞ്ച വസ്തുക്കളുടെ സ്വഭാവം. അതിനാൽ ഈ വസ്തുക്കളെയെല്ലാം അനിത്യമെന്നും, അതായത് ഉണ്മയില്ലാത്തത് എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് ഇവയൊന്നും ഉള്ളതല്ല, ഉള്ളത് ആ പരമസത്യം മാത്രമാണ്. ഉണ്ടായവയെല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഉള്ളതറിവാണ്, ആനന്ദമാണ്. ഇനി ആ ഉള്ളത് എന്താണ്? അറിവാണ്, ബോധസ്വരൂപമാണ്, ആനന്ദമാണ്. ഉള്ളതറിവാണ്, ആനന്ദമാണ്. ഉള്ളതിനഴിവില്ലൊരു കാലത്തും. ഉള്ളതിന് ഒരു കാലത്തും ഏറ്റക്കുറച്ചില്ല. ഒരു കാലത്തില്ലാതെയായി പിന്നെ ഉണ്ടാവുക എന്ന സ്വഭാവം ഉള്ളതിന് ഇല്ല. ഉള്ളതെങ്ങും നിറഞ്ഞതാണ്, അതിന് വൃദ്ധിക്ഷയങ്ങളില്ല. അതെന്നും ഒരേപോലെ തന്നെ വർത്തിക്കുന്നവയാണ്. അപ്രകാരത്തിലുള്ള വസ്തുവിന് ഒരു നാശവുമില്ല. എന്നാൽ അതിൽ നിന്ന് ഉണ്ടായവയാണ്. ഉണ്ടായവയ്ക്കൊക്കെ, ആദിയുള്ളതിനൊക്കെ അവസാനമുണ്ട്. അതാണ് ഉണ്ടായവ എല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ആ ഉള്ളതിൽ നിന്നാണ് ഉണ്ടായത്. ആ ഉണ്ടായവയെല്ലാം ഒരു പ്രത്യേക കാലം നിലനിന്ന് അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു. ഇനി ആ ഉള്ളതിൻ്റെ സ്വഭാവം എന്താണ്? ഉണ്ടായവയെല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഇനി ആ ഉള്ളതിൻ്റെ സ്വഭാവം എന്താണ്? ഉള്ളതറിവാണ്. ആ ഉള്ളതെന്ന് പറയപ്പെടുന്നത് ബോധമാണ്, അറിവാണ്, ആനന്ദമാണത്. ഉള്ളതറിവാണ്, ആനന്ദമാണ്. ഉള്ളത് അറിവാണ്, അത് ആനന്ദവുമാണ്. ഉള്ളതിനഴിവില്ലൊരു കാലത്തും. ആ ഉള്ളതിന് ഒരു ഏറ്റക്കുറച്ചിലും ഇല്ല. ഉള്ളത് ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല, അത് കുറയുന്നില്ല, അത് വളരുന്നില്ല. അതെന്നും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട പരമസത്യം. ഉണ്ടായവയെല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഉള്ളതറിവാണ്, ആനന്ദമാണ്. ഉള്ളതിനഴിവില്ലൊരു കാലത്തും.